എങ്ങനെയുണ്ട് പുതിയ സ്ഥലം? തൃശ്ശൂര് പൊള്ളിയല്ലേ ഗടി. അമ്മി മോനെ ഹാപ്പി അല്ലേ? പിന്നെ ഹായ്. വാട്ട് ഈസ് സർപ്രൈസ്. ഹലോ. കൊള്ളാലോ. അല്ലെങ്കിലും നിന്റെ തീരുമാനങ്ങളൊന്നും ശരിയായിരുന്നില്ലേ? തൃശ്ശൂർക്ക് സ്ഥലം മാറി വന്നപ്പോ ഇവൾക്കൊരു 100 കണ്ടീഷൻസ് ആയിരുന്നല്ലോ. സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു ലക്ഷറി ഫ്ലാറ്റ് വേണം, അതും നല്ല ലൊക്കേഷൻ, നല്ല ഇന്റീരിയർ, പിന്നെ സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി വിശ്വസിക്കാവുന്ന നല്ല സ്ട്രോങ് ബിൽഡറും. ഇതെല്ലാം ചേർന്ന ഒറ്റ ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഓറെക്സ് ബിൽഡേഴ്സ്. Orex, the builders of trustworthy home spaces. Orex Builders Private Limited, adorning lives. വൃശ്ചികപ്പിറവിയിൽ അകമലയിൽ ശരണമന്ത്രങ്ങളാൽ മുഖരിതമായി. ഇനിയുള്ള നാളുകൾ ശരണം വിളികളുടെ നാളുകളാകും. കേരളത്തിലെ കൊച്ചു ശബരിമല എന്നറിയപ്പെടുന്ന അകമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം അകമല താഴ്വാരത്തിലെ വനപ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ കിഴക്കോട്ട് ദർശനമായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാനനവാസനായ ശബരീശനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ശബരിമല തീർത്ഥാടനത്തിനായി പോകുന്ന അയ്യപ്പന്മാർക്ക് വിരിവെക്കാനും കെട്ടുനിറയ്ക്കാനും ക്ഷേത്രത്തിൽ സൗകര്യമുണ്ട്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ കെട്ടുനിറച്ച് മല ചവിട്ടാനായി ക്ഷേത്രത്തിലെത്തും. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച വനാന്തരീക്ഷത്തിൽ അയ്യപ്പ ദർശനം ഏറെ പുണ്യമായി ഭക്തർ കരുതുന്നു. മണ്ഡലകാല മഹോത്സവത്തിന്റെ ഭാഗമായി ദിവസവും രാവിലെ ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, കളഭാട്ടം, അന്നദാനം എന്നിവ നടക്കും. വൃശ്ചികം 1 മുതൽ ക്ഷേത്രത്തിൽ ദിവസവും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചതായി അകമല ധർമ്മശാസ്ത്ര ക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറി TN സുകുമാരൻ അറിയിച്ചു. മണ്ഡലകാല ആരംഭമായി വൃശ്ചികം 1 അകമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നിവയിൽ വളരെയധികം ഭക്തന്മാരുടെ തിരക്ക് അനുഭവപ്പെടുന്നു. മാലയിടാനും കെട്ടുനിറയ്ക്കാനുമായിട്ട് വളരെയധികം ദൈവഭക്തന്മാരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നിയന്ത്രണാതീതമായിട്ടുള്ള തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടിട്ടുള്ളത്. വളരെയധികം അയ്യപ്പന്മാർക്ക് കെട്ടുനിറയ്ക്കുന്നതിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പല സ്ഥലത്തു നിന്നും, ഈ പ്രദേശത്തല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ വന്നിട്ട് കെട്ടുനിറച്ച് ശബരിമലയിൽ പോകുന്നതാണ്. അതുകൂടാതെ ഇവിടെ എല്ലാ ദിവസവും ഭക്തന്മാർക്ക് 365 ദിവസം അന്നദാനം നടത്തുന്നുണ്ട്. അങ്ങനെ ഇവിടെ എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടെ ജാതിമത ഭേദമന്യേ എല്ലാവരും വരുന്നൊരു ക്ഷേത്രമാണിത്. എല്ലാവർക്കും വേണ്ട സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. എല്ലാവരും നല്ല ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത്. പിന്നെ നവംബർ 16 മുതൽ ഇന്ന് മുതൽ ഡിസംബർ 26 വരെ 41 ദിവസം മണ്ഡല ഉത്സവമായിട്ട് ആഘോഷിക്കുന്നു. മണ്ഡല അവസാന ദിവസം അയ്യപ്പങ്ങളോട് കൂടിയാണ് മണ്ഡല അവസാനം ഇവിടെ കൊണ്ടാടുന്നത്. 54ാമത്തെ അയ്യപ്പങ്ങളൊക്കെയാണ് നടത്തുന്നത്. വൃശ്ചിക പുലരിയിൽ ഭഗവാന് മുന്നിൽ ചെറുതുരുത്തി രാജേഷും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യവും അരങ്ങേറി.
കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.